സംസ്ഥാനം കണ്ട ഏറ്റവും വലിയ തട്ടിപ്പേതാണ്? 3141 കോടിയുടെ ഹൈ റിച്ച് തട്ടിപ്പ്. ക്രിപ്റ്റോ വൺ കോയിൻ മാതൃകയിലാണ് KD പ്രതാപനും ഭാര്യ ശ്രീനയും ഇത്രയും വലിയ തുക തട്ടിയെടുത്തത്. ഹൈ റിച്ച് തട്ടിപ്പിനെ കുറിച്ചുള്ള റിപ്പോർട്ടിലേക്കാണ് ഇനി നമ്മൾ പോകുന്നത്. ഹൈറിച്ചിന്റെ കഥ തുടങ്ങുന്നത് തൃശൂരിന് സമീപം അരിമ്പൂർ ഗ്രാമത്തിൽ. ഗ്രീൻകോ സെക്യൂരിറ്റീസ് എന്ന പേരിൽ ചങ്ങലക്കുറി നടത്തുകയായിരുന്നു KD പ്രതാപൻ. എല്ലാ ആഴ്ചയിലും ചെറിയ തുക ഇവർ ലാഭവിഹിതമെന്ന പേരിൽ നിക്ഷേപകർക്ക് തിരിച്ചു നൽകി. പക്ഷേ ഗ്രീൻകോ പൊട്ടി. ജയിലിലായ പ്രതാപൻ പുറത്തിറങ്ങി തുടങ്ങുന്നതാണ് ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിംഗ്. തുണിയും പലചരക്കും വരെ ഇടനിലക്കാരില്ലാതെ നേരിട്ട് ജനങ്ങളിലേക്ക് എത്തുന്നുവെന്ന ലേബലിൽ ഇ-കൊമേഴ്സ് സംരംഭം. അംഗത്വ ഫീസായി നിക്ഷേപകരിൽ നിന്ന് വാങ്ങിയത് 800 രൂപ. അംഗത്വം ലഭിക്കുന്നവർക്ക് വലിയ ഓഫറുകളും വെച്ചു. സൂപ്പർ മാർക്കറ്റുകളിൽ ലഭിക്കുന്ന ഓഫറുകളും വൻ വിലക്കിഴിവുമായിരുന്നു ഇതിൽ പ്രധാനം. നിക്ഷേപത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ഓഫർ. ഹൈറിച്ചിൽ അംഗത്വമെടുക്കുന്നവരുടെ എണ്ണം വർദ്ധിച്ചു. എല്ലാ ആഴ്ചയിലും ലാഭവിഹിതം മടക്കി കൊടുക്കുക കൂടി ചെയ്തതോടെ ആളുകൾക്കിടയിലുള്ള ഹൈറിച്ചിന്റെ വിശ്വാസ്യത വർദ്ധിച്ചു. 800 രൂപ നിക്ഷേപിച്ചവർ അത് 10,000-ലേക്കും ലക്ഷങ്ങളിലേക്കും ഉയർത്തി. 12 കോടി രൂപ വരെ നിക്ഷേപിച്ചു. കോവിഡ് കാലത്ത് ബിസിനസിന് അതിവേഗ വളർച്ച. 10,000 രൂപയുടെ നിക്ഷേപത്തിന് ഒരു ഐഡിയയാണ് ഹൈറിച്ചിൽ തുടങ്ങുക. ഇതിന് പ്രതിമാസം 400 രൂപയായിരുന്നു ലാഭവിഹിതം. എന്നാൽ നിക്ഷേപങ്ങൾ തിരികെ കിട്ടാതായതോടെ 2023 കമ്പനിക്കെതിരെ പരാതികൾ ഉയർന്നു തുടങ്ങി. വടക്കാഞ്ചേരി മുൻ MLA അനിൽ അക്കരെയും റിട്ടയർഡ് SP വത്സനും EDക്ക് പരാതി നൽകി. ഇതോടെ KD പ്രതാപനെതിരെ കേസുകൾ. ബഡ്സ് ആക്ട് പ്രകാരം സംസ്ഥാനത്ത് രജിസ്റ്റർ ചെയ്ത ആദ്യ കേസ് CBI അന്വേഷിക്കുന്നു. ക്രിപ്റ്റോ കറൻസിയിലടക്കം നിക്ഷേപിച്ച് തട്ടിയെടുത്ത തുക വിദേശത്തേക്ക് കടത്തിയെന്നതിലും അന്വേഷണം. കേരളം കണ്ട ഏറ്റവും വലിയ തട്ടിപ്പിൽ ഇരകളാക്കപ്പെട്ടവർ ഇപ്പോഴും എന്തു ചെയ്യണമെന്നറിയാതെ കണ്ണീർ വാർക്കുന്നു. തട്ടിപ്പിന്റെ മറുപുറ ജീവിതങ്ങൾ. റിസർച്ച് ഡെസ്ക് റിപ്പോർട്ടർ. ഇതാണ് ആ രണ്ടുപേർ ചേർന്ന് നടത്തിയ തട്ടിപ്പിന്റെ വിവരങ്ങൾ. ഈ വൈകിയാലും പണം തിരിച്ചു കിട്ടുമെന്ന പ്രതീക്ഷയിൽ നിശബ്ദരായിരിക്കുന്ന ഒരുപാട് പേരുണ്ട്. തട്ടിപ്പിനിരയായ ഒരുപാട് മനുഷ്യർ. പേരോ മുഖമോ പുറത്തു വരാൻ കഴിയാത്ത രീതിയിൽ നിശബ്ദരാക്കപ്പെട്ടവരാണ് അവരിൽ പലരും. അങ്ങനെ ഒരാൾ ജെയ്സൺ ചാമോളപ്പിനോട് സംസാരിച്ചു. അതൊന്ന് കേൾക്കാം. സാമ്പത്തിക തട്ടിപ്പുകളുടെ ചരിത്രത്തിൽ കേരളത്തിലെ ഏറ്റവും വലിയ തട്ടിപ്പുകളിലൊന്നായിരുന്നു ഹൈറിച്ച് തട്ടിപ്പ്. ആ തട്ടിപ്പിൽ നിരവധി പേർക്ക് പണം നഷ്ടപ്പെട്ടു. കോടികളാണ് ഈ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് സാധാരണക്കാർക്ക് പണം നഷ്ടപ്പെട്ടത്. പക്ഷേ 55 FIR മാത്രമേ രജിസ്റ്റർ ചെയ്തിട്ടുള്ളൂ. ഏകദേശം 6 കോടിയിൽ താഴെ മാത്രമേ പണം നഷ്ടപ്പെട്ടു എന്ന് രേഖകളിലുള്ളൂ. അതിനേക്കാൾ ഏറെ ആയിരക്കണക്കിന് കോടി രൂപ നഷ്ടപ്പെട്ടു എന്ന് എൻഫോഴ്സ്മെൻറ്റ് ഡയറക്ടറേറ്റും അതുപോലെ തന്നെ ക്രൈംബ്രാഞ്ചുമൊക്കെ കണ്ടെത്തിയുള്ള കേസാണ്. അതിൽ ഇരയായവർ നിരവധിയാണ്. അത്തരത്തിൽ പണം നഷ്ടപ്പെട്ട ഒരു വ്യക്തി നമ്മോടൊപ്പം ചേരുകയാണ്. നിങ്ങൾ എത്ര രൂപയാണ് നിക്ഷേപം? ഞാൻ 55 ലക്ഷം രൂപയാണ് ഓൾറെഡി ഇതിൽ ഡിപ്പോസിറ്റ് ചെയ്തേക്കുന്നത്. എന്നിട്ട് എന്തായാലും സംഭവിച്ചതിൽ എന്തായിരുന്നു നിങ്ങൾ അങ്ങനെ നിക്ഷേപിക്കാണ്ടായ കാരണം? ആരാണ് നിങ്ങളോട് ഇത് നിക്ഷേപിക്കുന്നതുമായി ബന്ധപ്പെട്ട് ആ ഒരു പ്രേരണ നൽകിയത് എന്തുകൊണ്ടാണ്? എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും ഹൈ റേസിൽ ഇങ്ങനെ ഫണ്ട് ഇടുന്നുണ്ട്. അപ്പോൾ അങ്ങനെ തൃശ്ശൂരുള്ളൊരു വ്യക്തിയാണ് എന്നോട് പറഞ്ഞത് ഇങ്ങനെ ഈ ഫണ്ട് ഇട്ടിട്ട് കുഴപ്പമുണ്ടായിരുന്നില്ല. പിന്നീട് അറിഞ്ഞത് ഇതിങ്ങനെ ആളുകളിൽ നിന്ന് പൈസ മേടിച്ചിട്ട് ഇങ്ങനെ ഒരു ചതിയിൽ പെടുകയെന്നുള്ളത് അറിഞ്ഞത്. നിങ്ങൾ പൈസ ചതിയാണെന്ന് അറിഞ്ഞപ്പോൾ നിങ്ങൾ സമീപിച്ചിരുന്നവരെ? അപ്പം അതിനും അവർ അക്കൗണ്ട് ഫ്രീസാക്കി. പിന്നെ ഞങ്ങൾ കുറച്ച് നാൾ വെയിറ്റ് ചെയ്ത് നിന്ന്. പിന്നെ ഇത് കമ്പനി തിരിച്ചു വരില്ല എന്ന് കണ്ടപ്പോഴാണ് ഞങ്ങൾ FIR ഇട്ടേക്കണത്. എത്ര പേർക്ക് ഏകദേശം പണം നഷ്ടപ്പെട്ടിട്ടുണ്ടാകും? ഏകദേശം എത്ര രൂപ നഷ്ടപ്പെട്ടിട്ടുണ്ടെന്നാണ് നിങ്ങൾ ഇതൊക്കെ ബന്ധപ്പെട്ട് പ്രവർത്തിച്ചപ്പോൾ തോന്നിയിട്ടുള്ളത്? ഒരുപാട് ആളുകളുണ്ട് ഇതിൽ. ഇപ്പം പറയുമെങ്കിൽ കണ്ടമാനം ആളുകളുണ്ട്. ഇപ്പം ഇതിൽ ഒരു 55 പേരോളം FIR ഇട്ടിട്ടുള്ളൂ. ഇപ്പോൾ ഈ പണം തിരിച്ചു കിട്ടുമെന്ന് നിങ്ങൾക്ക് പ്രതീക്ഷയുണ്ടോ? തിരിച്ച് കിട്ടണമല്ലോ. ഞങ്ങൾ അതിന് വേണ്ടിയിട്ടാണ് ഈ കിടന്ന് കഷ്ടപ്പെട്ടേക്കണത്. അത്രയും ബുദ്ധിമുട്ടിയിട്ടാണ്. ഞങ്ങൾക്ക് ഒരുപാട് കടങ്ങളും മറ്റുള്ള കാര്യങ്ങളും ഉണ്ട്. യെസ്, ജെയ്സൺ ചാമോളപ്പിൽ തന്നെ നമ്മോടൊപ്പം ചേരുകയാണ്. ഈ ജെയ്സൺ, നമ്മൾ പറയുമല്ലോ ഈ അധ്വാനിച്ച് റിച്ചാവാൻ നോക്കുകയല്ല, തട്ടിപ്പ് നടത്തി റിച്ചാവാൻ നോക്കുക. ഈ ഹൈ റിച്ച് കേസിൽ എന്താണ് ശരിക്ക് സംഭവിച്ചത് ജെയ്സൺ? മാത്രമല്ല ഈ കേസിൽ പുറത്തു വരാത്ത ഒരുപാട് പരാതികളുണ്ട്. FIRകളുടെ എണ്ണമൊക്കെ വളരെ കുറവാണ്. അങ്ങനെ ഒരു കാര്യം കൂടി ഉണ്ട് അല്ലേ ജെയ്സൺ? റോഷ്നി, തൃശ്ശൂരിനെ സംബന്ധിച്ച് എടുത്തു പറയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, രാജ്യത്ത് തന്നെ ഏറ്റവും അധികം ഷെഡ്യൂൾഡ് ബാങ്കുകളുടെ ആസ്ഥാനമായ സ്ഥലമാണ് തൃശ്ശൂർ എന്ന് പറയുന്നത്.
മൂന്ന് ഷെഡ്യൂൾഡ് ബാങ്കുകൾ തൃശ്ശൂരുണ്ട്. കാത്തലിക് സിറിയൻ ബാങ്ക്, അതുപോലെ തന്നെ സൗത്ത് ഇന്ത്യൻ ബാങ്ക്, ധനലക്ഷ്മി ബാങ്ക്. ഏറ്റവും അധികം ധനകാര്യ ഇടപാട് സ്ഥാപനങ്ങൾ, ധനകാര്യ സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്ന സ്ഥലമാണ് തൃശ്ശൂർ എന്ന് പറയുന്നത്. അതുപോലെ തന്നെയാണ് ഏറ്റവും വലിയ സാമ്പത്തിക തട്ടിപ്പുകളുടെ തലസ്ഥാനമായി തൃശ്ശൂർ മാറിയിരിക്കുന്നു എന്നതാണ് കഴിഞ്ഞ കുറേ കാലമായി തൃശ്ശൂരിൽ നിന്നും പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന വാർത്തകൾ. 1 ലക്ഷം ഇട്ട് 10 ലക്ഷം എടുക്കാം എന്നൊക്കെയുള്ള മോഹങ്ങളുമായി ആളുകൾ, എത്രയും പെട്ടെന്ന് വലിയ പൈസ ഉണ്ടാക്കാം എന്ന മോഹവുമായി ആളുകൾ ഓടിക്കൂടുകയാണ് ചെയ്യുന്നത്. നിരവധി തട്ടിപ്പ് കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ള വർഷങ്ങളാണ് കടന്നുപോയത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു തട്ടിപ്പാണ് ഹൈറിച്ച് തട്ടിപ്പ് എന്ന് പറയുന്നത്. ഹൈറിച്ച് തട്ടിപ്പ് ഒരു വലിയ തോതിൽ ഏകദേശം ക്രൈംബ്രാഞ്ചിന്റെ കണക്കനുസരിച്ചാണെങ്കിൽ 3000 കോടി രൂപയുടെ, അതുപോലെ തന്നെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ കണക്കനുസരിച്ചാണെങ്കിൽ 1500 കോടി രൂപയുടെ തട്ടിപ്പ് നടന്നിട്ടുണ്ടെന്ന് അവർ അവിടെ നിന്നും ഹൈറിച്ചുമായി ബന്ധപ്പെട്ട് നടത്തിയ പരിശോധനകൾ, റെയ്ഡുകൾ, അവിടെ നിന്ന് കണ്ടെടുത്ത രേഖകൾ, അതുമായി ബന്ധപ്പെട്ട വിശദമായ അന്വേഷണങ്ങൾ, ഇതിൻ്റെ എല്ലാം പശ്ചാത്തലത്തിൽ ഏകദേശം 3000-നും 1500-നും ഇടയിൽ കോടിക്കണക്കിന് രൂപയുടെ തട്ടിപ്പ് നടത്തിയെന്ന് കണ്ടെത്തിയിട്ടും വെറും 55 FIR മാത്രമാണ് ഈ കേസിൽ എടുത്തിട്ട് എന്ന് പറയുമ്പോൾ ആളുകൾ ഈ പരാതിയുമായി രംഗത്ത് വരാൻ തയ്യാറാവുന്നില്ല. പല കാരണങ്ങൾ കൊണ്ടാണ് ആളുകൾ പരാതികളുമായി രംഗത്ത് വരാൻ തയ്യാറാകുന്നത്. ഒന്ന് ഭീഷണി, മറ്റൊന്ന് പണം തിരിച്ചു കിട്ടുമെന്നുള്ള പ്രതീക്ഷ, അതിനുമപ്പുറത്ത് പരാതി കൊടുത്താൽ പണം ലഭിക്കില്ല എന്ന ഭയം, ഇതെല്ലാം ആളുകളെ പിന്തിരിപ്പിക്കുന്നുണ്ട്. ഇപ്പോൾ തന്നെ നിരവധി പേർ പരാതിക്കാരുണ്ടെങ്കിൽ പോലും ക്യാമറയ്ക്ക് മുന്നിൽ മുഖം കാണിക്കാൻ പോലും ഭയന്നുകൊണ്ടാണ് ആളുകൾ ഇരിക്കുന്നത്. അതിനും അവർ പറയുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ കേസുമായി ബന്ധപ്പെട്ട് നിരവധി തവണ കോടതി വളപ്പിൽ വെച്ചു പോലും ആക്രമിക്കപ്പെടുന്ന സാഹചര്യമുണ്ടായി എന്നതാണ് അവർ തുറന്നു പറയുന്നത്. അതായത് ഹൈറിച്ചിൻ്റെ ഉടമകളുടെ ഏറ്റവും അനുയായികൾ വന്ന് തങ്ങളെ ആക്രമിക്കുന്ന സാഹചര്യമുണ്ടായി, തങ്ങളെ വാഹനങ്ങൾ കേടുവരുത്തുന്ന സാഹചര്യമുണ്ടായി, ഫോണിലൂടെയും നേരിട്ടും നിരവധി ഭീഷണികളുണ്ടായി. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് അധികം ആളുകളും പരസ്യമായി രംഗത്ത് വരാത്തത്. എങ്കിൽ പോലും 6 കോടി രൂപയിൽ താഴെ മാത്രമാണ് നിലവിൽ FIR പ്രകാരം തട്ടിപ്പ് നടന്നിട്ടുള്ളൂ. പക്ഷേ ബഡ്സ് സംവിധാനത്തിൽ ഏകദേശം 2000-ഓളം പേർ പരാതി നൽകിയിട്ടുണ്ടെന്നാണ് ഇതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർ നമ്മോട് വ്യക്തമാക്കിയത്. അതുകൊണ്ട് തന്നെ ഏതെങ്കിലും സമയത്ത് കേസ് തീരുകയും പണം തിരിച്ചെടുക്കാൻ കഴിയുകയും ചെയ്താൽ അതേസമയം ആ പണം തിരിച്ചു കിട്ടാൻ വേണ്ടിയിട്ടാണ് അവർ ബഡ്സുമായി ബന്ധപ്പെട്ട മേഖലകളിൽ പരാതി നൽകിയിരിക്കുന്നത്. പക്ഷേ അതൊന്നും അത്ര എളുപ്പത്തിൽ സംഭവിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ വയ്യ. കാരണം കഴിഞ്ഞ കാലങ്ങളിലെ നിരവധി നൂറുകണക്കിന് തട്ടിപ്പ് കേസുകളിൽ ഇപ്പോഴും ഇരകൾക്ക് പണം ലഭിച്ചിട്ടില്ല. അതിൻ്റെ ഏറ്റവും പീക്കിൽ നിൽക്കുന്ന ഒരു തട്ടിപ്പാണ് ഹൈറിച്ച് തട്ടിപ്പ്. ഏറ്റവും ഭംഗിയായി ആളുകളെ പറ്റിച്ച് അവരിൽ നിന്ന് കോടികൾ വാങ്ങി ആ കോടികൾ കൊണ്ട് അവർ ബിസിനസ് ചെയ്യുകയും ഒരു നല്ലൊരു ശതമാനം വിദേശത്തേക്ക് കടത്തുകയും ചെയ്തു എന്ന് ക്രൈംബ്രാഞ്ചും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും കണ്ടെത്തിയിട്ടുണ്ട്. ക്രിപ്റ്റോ കറൻസി ഇടപാടിലേക്ക് മാറ്റുക എന്നതടക്കമുള്ള നിരവധി കാര്യങ്ങൾ ചെയ്തിട്ടാണ് അവർ ഈ പണം ഈ രാജ്യത്ത് നിന്ന് തന്നെ കൊണ്ടുപോയെന്നാണ്, ഇതിൻ്റെ നല്ലൊരു ശതമാനം പണം പുറത്തേക്ക് കൊണ്ടുപോയെന്നാണ് അന്വേഷണത്തിൽ കണ്ടെത്തിയിരിക്കുന്നത്. എങ്കിൽ പോലും ഈ പരാതിക്കാർ, ഇരകളായവർ ഇനിയെങ്കിലും പൈസ കിട്ടുമെന്ന പ്രതീക്ഷയോട് കാത്തിരിക്കുന്നതുകൊണ്ടാണ് ഇപ്പോഴും അവരുടെ മുഖം അവർ പരാതിയുടെ രൂപത്തിൽ, അവർ സ്വന്തം പ്രതികരണത്തിന് രൂപത്തിലൊന്നും പുറത്തു വരാൻ തയ്യാറാവാതിരിക്കുന്നത്. അതിനി തുടരുമെന്ന് തന്നെയാണ് നമുക്ക് ഇന്നും ഇന്നലെയുമൊക്കെ ഉണ്ടായ അനുഭവങ്ങളിൽ നിന്ന് വ്യക്തമാകുന്നത്. റോഷ്നി. ശരി, ജെയ്സൺ ചാമവളപ്പിലാണ് വിശദാംശങ്ങൾ നൽകിയത്. ഈ തട്ടിപ്പുകളുടെ പേരുകൾ മാത്രമേ മാറുന്നുള്ളൂ. ഈ ഹൈ റിച്ച് ടീം റിച്ചായ ഒടുവിൽ ട്രാപ്പായ കഥയാണ് ഇപ്പോൾ ജെയ്സൺ പറഞ്ഞത്. നോക്കൂ, ഇതുപോലെ പോപ്പുലർ ഫിനാൻസ് ആണെങ്കിലും ഈ ടോട്ടൽ ഫോർ യു ആണെങ്കിലും ഈ ഹൈ റിച്ച് ആണെങ്കിലും ഇങ്ങനെ പേരുകളും മാറും, തട്ടിപ്പ് രീതികളും മാറും. പക്ഷേ പെട്ടുപോകുന്നത് മലയാളികളാണ്, സാധാരണക്കാരനാണ്. ഈ അനന്ത സാധ്യതകളെ, തട്ടിപ്പിന്റെ അനന്ത സാധ്യതകൾ പ്രയോഗിച്ച ഒരു അനന്തകൃഷ്ണൻ ഇങ്ങനെ നിൽക്കുമ്പോൾ ഒരുപാട് മലയാളികൾ, തട്ടിപ്പിനിരയായ മലയാളികളെല്ലാം ഇങ്ങനെ അനന്തുവിലേക്ക് വിരൽ ചൂണ്ടി നിൽക്കുമ്പോൾ ചില ഈ ഇത്തരത്തിലുള്ള മുൻകാല തട്ടിപ്പുകളെല്ലാം പൊടി തട്ടിയെടുക്കുന്നത് നല്ലതാണ്. ചിലതൊക്കെ പാഠമാണ്, ചിലതെല്ലാം അന്വേഷണം വഴിമുട്ടി നിൽക്കുന്ന, അന്വേഷണം തുടർന്നുകൊണ്ടിരിക്കുന്ന കേസുകളാണ്. ഇതാണ് തട്ടിപ്പിന്റെ ലോകത്ത് നടന്നിട്ടുള്ള മുൻകാല തട്ടിപ്പുകൾ.